ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപൻ പറയുക, രാജുവിന് എല്ലാവരോടും വലിയ സ്നേഹമാണ്. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹം രാധമ്മയോടും പിന്നെ ഋതിയോടും. അല്ലേടാ രാജു? അങ്ങനെ തന്നെയാണെന്ന് രാജു തലയാട്ടി സമ്മതിക്കുക. അംബികയ്ക്കും മോനും തീരെ സൂഹിക്കുന്നില്ല ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും. യാമിനി പറയാ, രാജുവിനാണെങ്കിൽ ഋതുമോളെ കാണാതിരിക്കാനേ വയ്യ. ശേഖരൻ ചിരിച്ചോണ്ട് പറയാ, നമ്മളൊക്കെ നിൽക്കുമ്പോൾ രാജു വലിയ സീരിയസാ. ഋതിയെ വിളിക്കുന്ന ഋതികേ എന്നൊക്കെയാണ്. എന്നാൽ നമ്മളില്ലാത്തവ വിളിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഋതുമോളെ. അതൊക്കെ കേൾക്കുമ്പോൾ സരസ്വതി അമ്മയ്ക്കും പ്രതാപനും ഒക്കെ വലിയ സന്തോഷമാകുന്നുണ്ട്. ശേഖരൻ എന്നിട്ട് പ്രതാപനോട് പറയാം, ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം ചേട്ടാ, എന്തൊക്കെ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടായാലും ഇവരുടെ സ്നേഹമുണ്ടല്ലോ, അത് ദൈവികമായിട്ടുള്ളതാണ്. അംബികയെ ഒന്ന് ഓട്ടക്കണിട്ട് നോക്കിയിട്ട് ശേഖരൻ വീണ്ടും പറയാം, ആരൊക്കെ ഇവരുടെ ജീവിതത്തിൽ കയറി എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ദൈവം ഇവരെ തമ്മിൽ ഒരിക്കലും പിരിക്കില്ല. അത് സത്യവാ ശേഖരേട്ടാ. യാമിനിയും പറയുവാണ്. അപ്പോഴങ്ങോട്ട് ജയൻ ഒരു വളിച്ച ചിരിയുമായിട്ട് വരുന്നുണ്ട്. പ്രതാപൻ ജയനെ കണ്ടിട്ട് പറയും, ആ ജയൻ വന്നല്ലോ, ജയൻ ഇങ്ങോട്ട് വാ. അംബികയെ ഒന്ന് നോക്കിയിട്ട് ജയൻ പറയാം, അയ്യോ സാറേ ഞാനിവിടെ നിന്നോളാം. അതെന്തൊരു ഏർപ്പാടാ ജയൻ ഇങ്ങോട്ട് വന്നേ. വീണ്ടും പ്രതാപൻ വിളിക്കുവാണ്, ഇങ്ങോട്ട് വന്നിരുന്ന് കഴിക്ക് ജയൻ വീണ്ടും അംബികയെ നോക്കുക. അയ്യോ സാറേ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നേ. അതൊന്നും സാരമില്ല നമുക്കൊന്നുകൂടെ കഴിക്കാം, വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ശേഖരനും വിളിക്കുവാണ്. അംബികയെ പേടിച്ചിട്ടാണ് ജയൻ വരാത്തതെന്ന് പ്രതാപന് മനസ്സിലായി. പ്രതാപൻ അംബികയോട് പറയാം, ജയൻ ചേച്ചിയുടെ ആണെന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. ജയൻ ഇപ്പോൾ ഇവിടുത്തെ ബന്ധുവാണ്, എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അളിയനാണ്. വാ ഇങ്ങോട്ട്. ജയൻ ഇങ്ങോട്ട് വന്ന് കഴിക്ക്. ദീപക്കിൻ്റെ മുഖം വന്നേ കടന്തല് കുത്തിയ പോലായി. ശേഖരൻ ചോദിക്കുക, ഇതെന്താ അളിയനും വലിയ നാണക്കാരാണോ? ഇങ്ങോട്ട് വാ അപ്പോൾ രാജുവും പറയാം, അളിയൻ ഇങ്ങോട്ട് വന്ന് കഴിക്ക്. ഇനി ഇങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് ജയൻ അങ്ങോട്ട് ചെന്ന് രാജുവിൻ്റെ അടുത്ത് ഇരിക്കുവാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അംബികയും ദീപക്കിനെയും ജയനെന്ന് നോക്കുന്നുണ്ട്. ജയനെ ഭസ്മമാക്കുന്ന രീതിയിലാണ് അംബികയുടെയും ദീപക്കിൻ്റെയും നോട്ടം. അങ്ങനെ രാജുവും യാമിനിയും കൂടെ ജയന് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അയ്യോ മേഡം, എനിക്ക് ഒരെണ്ണം മതി, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതാ. അത് കേട്ടിട്ട് സരസ്വതി അമ്മ പറയാം, എന്താ പ്രതാപ, ഇവർക്ക് കുടുംബപരമായി കിട്ടിയതാണോ ഈ മേഡം വിളി? യാമിനി ചിരിച്ചോണ്ട് പറയാ, ചെറിയമ്മയായ ഞാൻ രാജുവിന് മേഡവാ, അമ്മായിയായ അംബിക ചേച്ചിയെ വിളിക്കുന്നതോ മേഡമെന്നാ. അയ്യോ തീർന്നില്ല, ചെറിയച്ഛനായ ഞാൻ പോലും രാജുവിന് സാറാ. പ്രതാപനപ്പോൾ രാജുവിനോട് പറയാം, രാജു നീ ഈ മേഡം വിളിയൊന്ന് അവസാനിപ്പിക്കണം. ചേച്ചിയെ അമ്മായി എന്നും യാമിനിയെ ചെറിയമ്മയെന്നും വിളിക്കണം. രാജു ചിരിച്ചോണ്ട് പറയുന്നു, ഞാൻ ക്രമേണ മാറ്റിക്കോളാം സാർ. ജയൻ പ്രതാപനോട് പറയാം, ഞാൻ എത്ര ഭാഗ്യവാനാ സാർ. അതെന്താ എനിക്ക് സാറിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ലോ. എനിക്ക് അതിന് അവസരം തന്ന ദൈവത്തിന് നന്ദി. സാർ എത്രയോ വലിയ മനുഷ്യനാ, ഒരു മന്ത്രിയോടൊപ്പം ഞാൻ. അത് കേട്ടിട്ട് പ്രതാപൻ പറയാം, എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്, അതായത് ഭാരതത്തിലാണ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്തിലാണ്. ഒരു സംസ്ഥാനത്തിലെ ഒരു മന്ത്രി മാത്രമാണ് ഞാൻ. ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനസേവകർ മാത്രമാണ് ഈ മന്ത്രിമാർ. അത് മാത്രമല്ല, അതിഥി ദേവോ ഭവ എന്നാണ്, അതായത് അതിഥിയെ ദൈവത്തെ പോലെ കാണണമെന്നാണ് ആപ്തവാക്യം. നമ്മൾ ഭാരതീയർ എത്രയോ വലിയ വിശാല മനസ്കര. നമ്മളുടെ സന്ദേശങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇതാണ് ഭാരതീയ മതം. ലോകം മുഴുവൻ സുഖമായിട്ടിരിക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എത്രയോ വലിയവരാ നമ്മൾ. അതുകൊണ്ട് ജയൻ കഴിക്കി, നോക്കിയിരിക്കാതെ കഴിക്കളിയാ എന്ന് രാജു പറയുമ്പോൾ സന്തോഷത്തോടെ ജയൻ അങ്ങനെ ഭക്ഷണം കഴിക്കുവാണ്. അംബികയ്ക്കാണെ ദേഷ്യം സഹിക്കാൻ വയ്യ, ഇരുന്ന് പല്ല് കടിച്ചോളുക. എന്നിട്ട് അംബിക മനസ്സിൽ പറയാ, ഇവനെ ഇന്ന് ഞാൻ ശരിയാക്കി കൊടുത്തോളാം. ഋതിക ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കാതെ അങ്ങനെ നിൽക്കുക. പെട്ടെന്ന് പ്രതാപൻ അത് കണ്ടിട്ട്, അയ്യോ മോള് ഭക്ഷണം കഴിക്കുന്നില്ലേ? അത് കേട്ടതും അംബിക ഇങ്ങനെ അന്തം വിട്ട് വായും പൊളന്ന് നോക്കുക. ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്താ, ഇരിക്കൂടെ മോൾ എൻ്റെ അടുത്തിരിക്കുക. അത് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം. അംബികയും മോനും ഭൂമി പൊളന്നങ്ങ് പോയെങ്കിൽ എന്ന് വിചാരിച്ചിങ്ങനെ നോക്കിയിരിക്കുക. മോളവിടെ ഇരിക്കും മോളെ, നിന്റെ അച്ഛൻ്റെ അടുത്ത് കസേര കിടപ്പുണ്ടല്ലോ, മോളവിടെ ഇരിക്കുക. സരസ്വതിയമ്മ പറയുക. രാജുവും പറയുന്നുണ്ട്, ഇരിക്കൃതിയെ. പെട്ടെന്ന് ഋതിക അങ്ങനെ ഇരിക്കുക. അംബികയുടെ തല പൊട്ടിപ്പൊളക്കുന്ന പോലുള്ള നോട്ടമാണ്. പ്രതാപൻ എന്നിട്ട് ഋതികയ്ക്ക് ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. മോൾക്ക് ഇഷ്ടപ്പെട്ട കറിയാ, മോള് കഴിക്ക് എന്നും പറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ ഋതികയ്ക്ക് ഓരോന്നും വിളമ്പുവാണ്. ഋതിക ഹൃദയം കൊണ്ട് വിങ്ങി പൊട്ടുവാണ്. എൻ്റെ ദൈവമേ, ഞാൻ എത്ര കൊതിച്ചതാ എൻ്റെ അച്ഛൻ്റെ ഈ സ്നേഹവും വാത്സല്യവും.
നീ ഇന്നെനിക്കത് തന്നല്ലോ എൻ്റെ ദൈവമേ. അംബികയുടെ ഹൃദയം 8 നില പൊട്ടിപ്പോകുന്ന പോലെ അംബിക ഇരിക്കുക. ഓട്ടം കണ്ടിട്ട് നോക്കി ശേഖരൻ അതൊക്കെ ആസ്വദിക്കുന്നുമുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഋതിക ഓടിപ്പോയി റൂമിനകത്ത് നിന്ന് റൂമിൻ്റെ വാതിലങ്ങ് അടച്ച് അംബിക പുറകെ ചെന്ന് ആ കതകിൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുക. ഋതിക പറയുക, ഈ ഗുഡ് ന്യൂസ് എന്തായാലും ഉടനെ തന്നെ അമ്മയെ വിളിച്ച് പറയാം. അമ്മേ, ഒരു ഗുഡ് ന്യൂസ് പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താ മോളെ? എന്ത് ഗുഡ് ന്യൂസാ മോളെ? അമ്മേ, അച്ഛനിപ്പോൾ എന്നോട് വലിയ സ്നേഹമാണ്. തൊട്ടു മുമ്പൊരു സംഭവം ഉണ്ടായി എന്നും പറഞ്ഞ് ഋതിക പ്രതാപൻ ഭക്ഷണം വിളമ്പി കൊടുത്തതും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുവാണ്. എൻ്റെ മോളെ, എൻ്റെ മോളുടെ നന്മ ദൈവം കാണാതിരിക്കുവോ? അപ്പോൾ അമ്മയുടെ നന്മകളോ? ഇതെല്ലാം അംബിക വാതക്കൽ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട്. ഞാനേ മഹാദേവവർമ്മയുടെ മകളാണെന്നും പ്രതാപവർമ്മയുടെ ഭാര്യയാണെന്നും പറഞ്ഞ് കുറെ അധികം അഹങ്കരിച്ചിട്ടുണ്ട്. ആ അഹങ്കാരം ദൈവം ക്ഷമിക്കില്ല മോളെ. എന്നാലും ഈ അവസ്ഥയൊക്കെ ഒന്ന് മാറും, കുറച്ച് സമയം പിടിക്കുമെന്ന് മാത്രം. എന്തായാലും മറ്റൊരു കാര്യം ഉടനെ നടക്കുമമ്മേ. അമ്മയും ഞാനും അമ്മയുമായിട്ട് ഒരുമിച്ചിപ്പോൾ കാണാൻ പോവുക. സത്യമാണോ മോളെ? അതെ അമ്മേ, ഞങ്ങളെ വെള്ളിമറ്റത്ത് അമ്പലത്തിലോട്ട് ഇപ്പോൾ പുറപ്പെടുക. അമ്മ വേഗം റെഡി ആയിക്കോ. അംബിക അവിടെ ഒന്നുണ്ട് പറയുക, വെള്ളിമറ്റത്ത് അമ്പലം. ഞാൻ ശരിയാക്കി തരാം. അമ്മാമ്മയും മകളും കൊച്ചുമകളും കൂടി കാണുന്നതേ ഞാൻ മൊബൈലിൽ വീഡിയോ എടുത്ത് എന്നിട്ടത് പ്രതാപനെ കാണിക്കും. അതോടെ തീരുവടി നിന്റെ ഇളക്കം. അംബിക വാതുക്ക് വന്ന് നിൽക്കുന്നതും ഋതിക പറഞ്ഞത് അംബിക കേട്ടെന്നും ഒന്നും ഋതിക അറിഞ്ഞിട്ടില്ല. ഋതിക ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവളുടെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം ശേഖരൻ ഇങ്ങനെ മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. യാമിനി വന്നിട്ട് ചോദിക്കുക, ശേഖരേട്ടൻ ഇനി എന്നാ നെല്ലിയാമ്പതിക്ക് പോകുന്നത്? അടുത്ത ആഴ്ച. എന്താ യാമിനി? അല്ല, ഒരുപാട് ദിവസം കൊണ്ട് വിചാരിക്കുന്നതാ എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന്. ശേഖരേട്ടൻ നെല്ലിയാമ്പതിക്ക് പോകുമ്പോൾ ഞാനൊന്ന് വീട്ടിൽ പൊയ്ക്കോട്ടെ. അതിനെന്താ യാമിനി? ആ സമയത്തൊരു 2 ദിവസത്തേക്ക് രാജുവിനോടും ഋതുമോളോടും ഇവിടെ വന്നൊന്ന് നിൽക്കാൻ പറ. എന്നിട്ട് യാമിനി വീട്ടിൽ പൊയ്ക്കോ. അപ്പോഴങ്ങോട്ട് സരസ്വതി അമ്മയും ഋതികയും നല്ലോണം ഒരുങ്ങിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. യാമിനി ചോദിക്കുന്നു, അല്ല അമ്മാമ്മയും കൊച്ചുമോളും കൂടെ എങ്ങോട്ടാ? ഏതോ യാത്രയുണ്ടെന്ന് തോന്നുന്നല്ലോ. സരസ്വതി അമ്മ പറയുക, പെട്ടെന്നുണ്ടൊരു തീരുമാനമാണ്, ഞങ്ങൾ ക്ഷേത്രത്തിലോട്ടൊന്ന് പോകുക. ഏത് ക്ഷേത്രത്തിലേക്കാന്ന് യാമിനി ചോദിക്കുമ്പോൾ ഋതിക പറയുന്നുണ്ട്, വെള്ളിമറ്റത്തെ. അപ്പോഴങ്ങോട്ട് രാജുവും പ്രതാപനും കൂടെ വരുന്നുണ്ട്. പ്രതാപൻ ചോദിക്കുന്നു, അമ്മ എങ്ങോട്ടാന്നാ പറഞ്ഞത്? അത് ക്ഷേത്രത്തിലോട്ടാ പ്രതാപ. അമ്മ എന്നാൽ കുറച്ച് നേരത്തെ പോകാൻ വയ്യായിരുന്നോ? ഓർത്തില്ല പ്രതാപ, അവിടെ എന്നെ കഴിപ്പിക്കേണ്ട ചില വഴിപാടുകളുണ്ട്. അക്കാര്യം അങ്ങ് വിട്ടുപോയി, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ശരിയമ്മേ എന്നും പറഞ്ഞ് പ്രതാപനും സമ്മതിക്കുന്നുണ്ട്. അംബിക ബാൽക്കണിയിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ സരസ്വതി അമ്മയെ ഋതികയും പോവാണ്. അംബിക വലിയ സന്തോഷത്തോടെ അംബിക ഇങ്ങനെ നിൽക്കുക. ഇന്നിവർക്ക് 2 പേർക്കുള്ള പണി കൊടുക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ്. ശേഖരൻ ചോദിക്കുന്നു, ചേട്ടൻ ഇന്ന് അസംബ്ലി മീറ്റിംഗ് വല്ലതും ഉണ്ടോ? ഇന്ന് എൻ്റെ ഓഫീസിൽ ചില മീറ്റിങ്ങുകളുണ്ട്, ഞാനും രാജു അതിനാ പോകുന്നത്. അപ്പോൾ അംബിക അങ്ങോട്ട് ഒരുങ്ങി വരുന്ന കണ്ടോണ്ട് പ്രതാപൻ ചോദിക്കുന്നു, ചേച്ചി ഇത് എവിടേക്കാ? ഞാനും ക്ഷേത്രത്തിലേക്കാ പ്രതാപ. എന്നാൽ പിന്നെ മോളും അമ്മയും പോകുന്ന ചേച്ചി കണ്ടില്ലായിരുന്നോ? ചേച്ചിക്ക് അവരോടൊപ്പം പോകാമായിരുന്നല്ലോ. ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ അംബിക പറയാം, അവരതിന് ക്ഷേത്ര ദർശനത്തിനാണോ പോകുന്നോ ഇല്ലയോ എന്ന് ആരറിഞ്ഞ്? മറ്റുള്ളവരെ വിഡ്ഢികളാക്കാനേ ചിലരുടെ ലക്ഷ്യമിടുന്നുണ്ട്, അതാണ് അവർ കാണിക്കുന്നത്. ചേച്ചി എന്തോ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കല്ലെങ്കിലും പലതും മനസ്സിലാകാൻ കുറേ സമയം എടുക്കും. നീ മനസ്സിലാക്കി വരുമ്പോഴേക്കും കാൽക്കീഴിലെ മണ്ണങ്ങ് ഒലിച്ചു പോയെന്നിരിക്കും. അംബിക എന്നിട്ട് മനസ്സിൽ പറയാ, ഇന്ന് അവളുടെ ആ തള്ളയുടെയും കള്ളക്കളി ഞാനിന്ന് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ പ്രതാപ എന്നും പറഞ്ഞ് അംബിക അവിടുന്ന് പോവുകയാണ്. ഈ ചേച്ചി എന്തൊക്കെയാ ശേഖര പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ? ചേച്ചി വേറൊരു ക്യാരക്ടറാ ചേട്ടാ, അത് ചേട്ടൻ പതുക്കെ മനസ്സിലാക്കിയാൽ മതി. ഞാനത് എന്തുവായാലും പറയില്ല. ശരി, എന്തുവാകട്ടെ, എനിക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞ് പ്രതാപനും അവിടുന്ന് പോവുകയാണ്. യാമിനി ശേഖരനോട് ചോദിക്കുന്നു, അതിനെന്തിനാ ശേഖരേട്ടൻ ചേട്ടനോട് അങ്ങനെ പറഞ്ഞത്? ചേട്ടൻ നല്ലൊരു ഭരണാധികാരിയും ജനസേവകനുമാണ്, പക്ഷെ എന്ത് ചെയ്യാനാ ശുദ്ധ ഹൃദയനുമാണ്. ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ? ചേട്ടന് സ്വസ്ഥത കിട്ടണമെങ്കിൽ ചേച്ചിയോടുള്ള ഈ അന്ധമായ വിശ്വാസവും സ്നേഹവും ചേട്ടൻ മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഇനിയും വലിയ ആപത്താണ് വരാനിരിക്കുന്നത്. തെമ്മാടികളുടെ അഭയകേന്ദ്രമാണ് പൊളിറ്റിക്സ്. ഇതെന്റെ മകൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഞാൻ ഒരക്ഷരം എതിർത്തില്ല. എല്ലാ രാഷ്ട്രീയക്കാരും അത്തരക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏറെയും നന്മയും ആദർശശുദ്ധിയുള്ളവരും തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. അനന്തംപിള്ള കൂടെയുള്ളവരോട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളുടെ രാഷ്ട്രീയത്തിൽ ആദർശശുദ്ധിയും സത്യസന്ധതയും ഇല്ല. നമ്മൾ രാഷ്ട്രീയം തിരഞ്ഞെടുത്തത് അഴിമതി ചെയ്ത് കാശുണ്ടാക്കാന്. കൂട്ടത്തിലൊരുത്തിന് ചിരി അടക്കാൻ പറ്റുന്നില്ല, അവനങ്ങ് ചിരിക്കുന്നു. ഉടനെ അനന്തംപിള്ള ചോദിക്കും, താനെന്താണോ ചിരിക്കുന്നത്? സാറ് സത്യം പറഞ്ഞത് കേട്ടങ്ങ് ചിരിച്ചു പോയതാ. എന്താ മണിക്കുട്ടൻ ആ വർമ്മയോടൊപ്പം നടന്ന ആളല്ലേ?
എനിക്കറിയാം, അതുകൊണ്ടാ തനിക്ക് ചിരി വന്നത്. ആ വർമ്മയുടെ പുറകെ നടക്കുന്നവർക്ക് 10 പൈസയുടെ പ്രയോജനം ഉണ്ടോടോ മണിക്കുട്ട? കൂട്ടത്തിലൊരുത്തൻ പറയുന്ന അയാൾ ഹരിചന്ദ്രനല്ലേ സാറേ? അപ്പോൾ പെരുമ്പള്ളി എന്നും പറഞ്ഞ ഒരുത്തൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അയാൾ വന്ന് അനന്തംപിള്ളയ്ക്ക് നമസ്കാരമൊക്കെ പറയുന്നു. എന്താണ് പെരുമ്പള്ളി വിശേഷം? അതെ അനന്ത, തനിക്കെതിരെ ഒരു റൂമർ പരക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാനാ വന്നത്. റൂമറോ? എന്ത് റൂമർ? എനിക്കെതിരെയോ? എന്താന്ന് വെച്ചാ പറയടോ. അതെ, വർമ്മയെ ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയ താനാണെന്നാ ഒരു പരക്കെ സംസാരം. ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഇത് തൻ്റെ പ്രതിച്ഛായക്ക് കുഴപ്പമല്ലേ? പ്രതിച്ഛായ മണ്ണാങ്കട്ട പോകാൻ പറ എന്നും പറഞ്ഞ അനന്തംപിള്ള ഒരു തുപ്പ്. ഞാൻ അതൊന്നും അല്ല ഇപ്പോഴാലോചിക്കുന്നത്. അത് വെച്ചൊരു മുതലെടുപ്പ് നടത്തിയാലോ എന്നാ. ഞാൻ ഇന്ന് തന്നെ പ്രതാപവർമ്മയെ കാണാനായിട്ട് അയാളുടെ ഓഫീസിലോട്ട് പോകുന്നുണ്ട്. അയാളാണെങ്കിൽ എന്നോടുള്ള ദേഷ്യത്തിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ഞാനങ്ങനെ വർമ്മയുമായി കുറേ കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കും. ഞാനങ്ങനെ സംസാരിച്ച് അയാളെ വല്ലാതെ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യും. സംസാരിപ്പിച്ച് അങ്ങനെ പ്രകോപിപ്പിച്ച് അയാളെ ഞാനിന്ന് വയലൻ്റ് ആക്കും. എന്നിട്ട് ഒടുവിൽ അയാൾ എൻ്റെ ദേഹത്ത് കൈവെക്കുന്ന ആ ഒരു സിറ്റുവേഷനിലോട്ട് ഞാൻ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കും. അപ്പോഴേ ഈ പ്രതിച്ഛായ തകരുന്നത് ആരുടെയാണെന്ന് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് അനന്തംപിള്ള മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു, എടോ രഹസ്യമായിട്ട് ആ മീഡിയക്കാരെ ഒന്ന് വിളിച്ചേക്കണം. മണിക്കുട്ടൻ അവിടെ ഒന്ന് മനസ്സിൽ ചിന്തിക്കുക, ഇതിപ്പോൾ തന്നെ രാജുവിനെ വിളിച്ചൊന്ന് അറിയിക്കണം. അങ്ങനെ സരസ്വതി അമ്മയും ഋതികയും കൂടെ ക്ഷേത്രത്തിലെത്തിയിരിക്കുവാണ്. അവിടെ വന്നപ്പോൾ സരസ്വതി അമ്മയ്ക്കൊരു സംശയം. മോളെ, വെള്ളിമറ്റത്ത് അമ്പലത്തിൽ വരാമെന്ന് തന്നെയല്ലേ പത്മ പറഞ്ഞിരിക്കുന്നത്? അയ്യോ എൻ്റെ അമ്മമ്മേ, അതൊക്കെ വരും. എന്നാലേ മോളിവിടെ നിൽക്കി, ഞാൻ വഴിപാടിനുള്ള രസീതുകളൊക്കെ ഒന്ന് എഴുതിപ്പിക്കട്ടെ. ഞാനും വരാം അമ്മമ്മേ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരുടെ വഴിപാട് രസീത് എഴുതിപ്പിക്കാൻ പോവുകയാണ്. അംബികയും ആ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഋതിക വർമ്മയുടെയും സരസ്വതി വർമ്മയുടെയും പേരും നാളും ഒക്കെ പറഞ്ഞ് വഴിപാടിനുള്ള രസീത് എടുക്കുന്നുണ്ട് സരസ്വതി അമ്മ. അംബികയാണെ അവിടേക്ക് ഇങ്ങനെ അവരെ തെരഞ്ഞു നടക്കുവാണ്. ഒടുവിൽ അംബിക സരസ്വതിയും ഋതികയും കണ്ട് അവരുടെ കണ്ണിൽ പെടാതെ പെട്ടെന്ന് അംബിക അവിടെ മറിഞ്ഞു നിൽക്കുവാണ്. സരസ്വതിക്കിളവിയും കൊച്ചുമോളും വന്ന് പത്മയെ കാണുന്നില്ലല്ലോ, ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും നോക്കുവാണ് അംബിക വന്നതും നിൽക്കുന്നതും കാണുന്നതും ഒന്നും സരസ്വതിയമ്മയും ഋതികയും കണ്ടില്ല. അവരിങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ച് തൊഴുതുകൊണ്ട് നിൽക്കുവാണ്. ഋതിക അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അങ്ങ് അറ്റത്ത് അംബിക ഇങ്ങനെ ഒളിച്ചു നോക്കുന്ന ഋതികയുടെ കണ്ണിൽ പെടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെ ഈ വരവ് കൊണ്ട് യാതൊരു പ്രയോജനവും നടക്കില്ല. ഉടനെ തന്നെ ഋതിക പത്മാവതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഇന്ന് അംബിക ആകെ ചമ്മി വിളറി തിരിച്ചിങ്ങി പോരും. അംബികയുടെ ഈ പ്രവൃത്തിയും കൂടെ ചേർന്ന് ഋതിക എന്താണ് ഇനി അംബികയ്ക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.